ഞങ്ങൾ സ്ഥിരമായിട്ട് നാടകങ്ങൾ നടത്തുക, മറ്റ് ഗാനമേളകൾ, മറ്റ് കലാപരിപാടികളൊക്കെ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. ഇതെല്ലാം ഉപരിയായിട്ട് കലാകാരന്മാർക്കുള്ള ഒരു കൈത്താങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ പരിപാടി, അത് വലിയ അനുഗ്രഹമായിട്ടാണ് കലാകാരന്മാരെ കാണുന്നത്. ഇത് നിർത്താതെ ഞങ്ങൾ ഇന്ന് വരെയുള്ള എല്ലാ പരിപാടികളിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഞങ്ങളുടെ സംഘടന മറ്റുള്ള സംഘടനയിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് സ്ഥിരമായിക്കൊണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ്. അത് ഞങ്ങൾക്ക് വലിയ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയണത്. പിന്നെ ഓരോ മാസവും ഓരോ നാടകം നടത്തുക അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ മാസത്തെ ഞങ്ങളുടെ പരിപാടിയായിട്ട് ഞങ്ങൾ ഈ കൊച്ചിൻ ചൈതന്യ എന്ന് ചൈത്രധാര എന്ന് പറയുന്നൊരു സംഘടനയുടെ സ്നേഹമുള്ള യക്ഷി എന്ന് പറയുന്ന ഒരു നാടകം, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു യക്ഷി എന്ന് പറയുന്നതിനോടനുബന്ധമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതാണ് ഈ തവണ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ 9-ാം തീയതിയാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ പരിപാടിയുടെ വിജയത്തിനായി. ഇത്രയേ ഉള്ളൂ. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പരിപാടിയെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ അത്യാവശ്യം ഒരു ഔട്ട്ലൈൻ സേൽറ്റാക്ക നമ്മളുടെ രക്ഷാധികാരി തന്നു കഴിഞ്ഞു. ഏതായാലും അതിൻ്റെ വിട്ടുപോയ ചില കാര്യങ്ങളും ബാക്കി പറയാനുള്ള ചില കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മളെ സംഘടന പറഞ്ഞു ഏകദേശം കുറച്ചു കാലമായിട്ട് തിരൂരിൻ്റെ കലാസാംസ്കാരിക രംഗങ്ങളിൽ തന്നെ സജീവ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിട്ട് ഞങ്ങൾക്ക് ഈ ഇടക്കാലത്ത് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി എല്ലാ മാസവും നമ്മൾ പരിപാടി നടത്തുന്നതോടൊപ്പം ഒരു കലാകാരനൊരു കൈത്താങ്ങ് എന്ന പദ്ധതിയിലൂടെ നമ്മളെ കൂട്ടത്തിൽ ഒരു കാലത്ത് അരങ്ങൊഴിഞ്ഞ് ഒരു കലാകാരനെ കണ്ടെത്തി. കാരണം അയാൾ നല്ല സമയത്തൊക്കെ നമ്മളെ സംഘടന ഈ കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് വയസ്സായ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന സമയമാകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവരെ കണ്ടെത്തി കലാകാരനൊരു കൈത്താങ്ങ് എന്ന പദ്ധതിയിലൂടെ എല്ലാ മാസവും ഒരു കലാകാരനെ സഹായിക്കാൻ ഞങ്ങളെ സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സംഘടന ഇതിനോടകം 10-15-ൽ പരം കലാകാരന്മാരെ സഹായിക്കുകയുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കലാപരിപാടികളിൽ നേരത്തെ സേൽറ്റൊക്കെ പറഞ്ഞതിൻ്റെ ഉപരിയായി എല്ലാ മാസവും പരിപാടി നടത്തുമ്പോൾ നമ്മളുടെ അംഗങ്ങൾ മാത്രമുള്ള സംഗീത പരിപാടികൾ, അതുപോലെ തന്നെ നാടകങ്ങൾ, മറ്റ് കലാപരിപാടികൾ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, നമ്മൾ തിരൂർ ഫെസ്റ്റിവൽ എന്നുള്ള രൂപത്തിലേക്ക് കഴിഞ്ഞ ഓണസമയത്തൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി. തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ നമ്മൾ എല്ലാ മാസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന നമ്മളെ ചുറ്റുപാടുള്ള പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ഇപ്പോൾ ഓണസമയത്തും അതുപോലെ തന്നെ കഴിഞ്ഞ പെരുന്നാൾ, വിഷു സമയത്തും വസ്ത്രങ്ങൾ നൽകിയും അതുപോലെ തന്നെ ഭക്ഷ്യദാന കിറ്റ് നൽകിയും ഒക്കെ തന്നെ നമ്മളെ സാന്നിധ്യം ഞങ്ങൾ ഈ മേഖലയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ മാസത്തെ പരിപാടി ഈ 9-ാം തീയതി ഞായറാഴ്ച 6:30 തിരൂർ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. നമ്മൾ ഈ പ്രാവശ്യം ഈ മാസം നടത്തുന്ന പരിപാടിയിൽ കൈത്താങ്ങും നാടകവും അനുമോദന സദസ്സും അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വിതരണവും ചെയ്യുന്നുണ്ട്. നാടകം ഇപ്പോൾ സേൽറ്റൊക്കെ പറഞ്ഞു, നമ്മളുടെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സുപ്രസിദ്ധമായ നോവലായിട്ടുള്ള യക്ഷി എന്ന നോവലിൻ്റെ നാടകാവിഷ്കാരമാണ് സ്നേഹമുള്ള യക്ഷി എന്ന പേരിൽ 9-ാം തീയതി തിരൂർ ടൗൺ ഹാളിൽ കളിക്കുന്നത്. ഈ നാടകം വളരെ വർഷങ്ങൾക്ക് മുമ്പേ അവർ കളിച്ച ഒരു നാടകം. MK അർജുനൻ മാഷ് സംഗീതം നൽകി, CD ദേശികൻ എന്ന് പറയുന്ന ആൾ രചന നിർവഹിച്ച്, പുതിയ കാലഘട്ടത്തിൻ്റെ സംവിധായകനായിട്ടുള്ള മനോജ് നാരായണനാണ് ആ നാടകം സംവിധാനം ചെയ്യുന്നത്.
അത് അന്ന് കൃത്യം 7:30 നമ്മൾ നാടകം തുടങ്ങിയിരിക്കും. അത് പ്രത്യേകം ഒന്ന് അറിയിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. മറ്റൊന്ന്, പിന്നെ കൈത്താങ്ങും എല്ലാ മാസവും കൊടുക്കുന്നത് പോലെ ഈ മാസത്തെ കൈത്താങ്ങ് നമ്മളൊരു കലാകാരൻ വട്ടത്താണിയിൽ കഴിഞ്ഞ ദിവസം താന്നൂർ വെച്ച് ആക്സിഡൻറ്റ് പറ്റിയൊരു കലാകാരനാണ് മാസത്തെ കൈത്താങ്ങ് കൊടുക്കാൻ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്, അനീഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കലാകാരന്. അപ്പോൾ അത് ഈ വേദിയിൽ വെച്ച് നൽകും. അതുപോലെ തന്നെ SLC +2 തുടങ്ങിയിട്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള നമ്മളുടെ ടാസിലെ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള ഒരു അനുമോദന സദസ്സുണ്ട്. അത് നമ്മൾ ഈ ഫുൾ A+ എന്നുള്ളൊരു മാനദണ്ഡമൊന്നുമില്ല. ജയിച്ച എല്ലാ കുട്ടികളും നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് സംഘടിപ്പിക്കുന്നത്. അതും ഈ പരിപാടിയിൽ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പഠനോപകരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠനോപകരണങ്ങളുടെ വിതരണമാണ്. അത് നമ്മൾ ഈ വർഷം ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അന്നാര LP സ്കൂളിലെ കുട്ടികളെയാണ്, അവിടേക്കാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതും ഈ വേദിയിൽ വെച്ച് നൽകുന്നുണ്ടാവും. തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ് പറയാനുള്ളത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.